കഴിഞ്ഞ ദിവസം മോഹൻലാൽ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി ഒരു വേദിയിൽ. അത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ ഇടയിൽ പലർക്കുമില്ലെങ്കിലും മറ്റു ഭാഷയിലുള്ളവർക്ക് മലയാള സിനിമയെക്കുറിച്ചും ഇവിടുത്തെ സംഘടനകളെക്കുറിച്ചും വലിയ മതിപ്പാണെന്ന് മോഹൻലാൽ പറയുകയാണ്. മറ്റു ഭാഷയിൽ അഭിനയിക്കാൻ പോകുമ്പോഴാണ് അത് മനസ്സിലാക്കുക എന്നും അദ്ദേഹം പറഞ്ഞു. ഫെഫ്ക തൊഴിലാളി സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വനിതാ കൂട്ടായ്മയായ WCCയെ ലക്ഷ്യമിട്ട് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ നടത്തിയ പരാമർശങ്ങൾക്ക് പിന്നാലെയായിരുന്നു മോഹൻലാലിന്റെ പ്രതികരണം. മദിരാശിയിൽ സിനിമാ ഷൂട്ടിംഗ് നടക്കുന്ന കാലത്ത് ഒരുപാട് പേരുടെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അന്നൊന്നും സഹായത്തിന് സംഘടനകൾ ഇല്ലായിരുന്നു. പലപ്പോഴും സംഘടനകളിൽ ചേരാൻ പലരും വൈമുഖ്യം പ്രകടിപ്പിക്കാറുണ്ട്. അതുപേക്ഷിച്ച് ഇതെന്റെ കൂടപ്പിറപ്പുകൾക്കും സുഹൃത്തുക്കൾക്കും സംഘടനയ്ക്കും വേണ്ടിയാണ് എന്ന ചിന്തയാണ് ഉണ്ടാകേണ്ടത് അദ്ദേഹം പറഞ്ഞു. സത്യനന്ദിക്കാട്, ഉർവശി, ഇടവേള ബാബു, ജോജി ജോർജ്, സിബി മലയിൽ, രഞ്ജിപ്പണിക്കർ, സിദ്ദിഖ്, ബാലചന്ദ്രൻ ചുള്ളിക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. മധു, കമൽഹാസൻ, അടൂർ ഗോപാലകൃഷ്ണൻ, പൃഥ്വിരാജ് എന്നിവർ വീഡിയോ സന്ദേശങ്ങളിലൂടെയും ആശംസ അറിയിച്ചു. ഇതേ വേദിയിൽ തന്നെയായിരുന്നു ഉർവശി മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിയെക്കുറിച്ചും ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയ കാര്യങ്ങളായിരുന്നു. മോഹൻലാലിനോട് പറയുന്നതിനെ കുറിച്ചുള്ള പഴയ ഓർമ്മകളായിരുന്നു ഉർവശി വേദിയിൽ സംസാരിക്കുകയും ചെയ്തത്. പണ്ട് സ്ഥിരമായി ഷൂട്ടിങ്ങിന് പോകുമ്പോൾ എറണാകുളത്തെയും തിരുവനന്തപുരത്തെയും ഓരോ ഫ്ലൈറ്റേ ഉള്ളൂ. അത് രാവിലെ 5 മണിക്കാണ്. കൃത്യമായിട്ട് അതിൽ ഞാനും മമ്മൂക്കയും കാണും. ചെന്നൈയിൽ നിന്നും മമ്മൂക്ക ചീത്ത പറഞ്ഞുകൊണ്ട് വരും. ഞാനാണ് ആ ഫ്ലൈറ്റിന്റെ ടൈമിംഗ് ഇങ്ങനെ ആക്കിയത് എന്നതുപോലെ തോന്നും എനിക്കും. പക്ഷെ 10 വർഷമായി ഞാൻ ഇപ്പോൾ അങ്ങനെ വെളുപ്പിന് എണീറ്റ് പോകാറില്ല. BP-യുടെ ചെറിയ പ്രശ്നങ്ങൾ കാരണം എനിക്ക് പണ്ടത്തെ പോലെ ചാടി എഴുന്നേറ്റ് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് വെളുപ്പിനെ എണ്ണീറ്റാണ് ഞാൻ വന്നത്. കാരണം എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ചടങ്ങുകളിൽ ഒന്നാണിത്. എത്ര നേരത്തെ വേണമെങ്കിലും ഞാൻ വന്നിരിക്കും. കാരണം ഞാൻ വീട്ടിൽ നിന്ന് കഴിച്ചതിനേക്കാൾ കൂടുതൽ എന്റെ അന്നദാതാക്കൾ പ്രൊഡക്ഷൻ ഓഫീസേഴ്സിന്റെ കയ്യിൽ നിന്നും കഴിച്ചിട്ടുണ്ട്. പണ്ടൊന്നും ബ്രേക്കില്ല മലയാള സിനിമയിൽ. വിശന്നിരിക്കും. ലാലേട്ടനെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാരുടെ ഇടയ്ക്ക് പല ഇമോഷൻ സീനുകളും എടുക്കുമ്പോൾ ലാലേട്ട വിശന്ന് ഞാൻ ഇപ്പോൾ തലറങ്ങി വീഴും എന്ന് പറയും. പതുക്കെ പ്രൊഡക്ഷനിലുള്ള ആളെ വിളിച്ച് ഒരു കാരിയറിൽ ചോറ്, പുളിശ്ശേരി, മാങ്ങാക്കറി എല്ലാം കൂടി ഇളക്കി ഒരു സ്പൂൺ ഇട്ട് കൊണ്ടുവരാൻ പറയും. കസേരകൾ ഒന്നുമില്ല. ആർട്ടിസ്റ്റുകളൊക്കെ വെയിലത്ത് കല്ലിന്റെ മണ്ടയിലൊക്കെ ഇരിക്കും. അത് കൊണ്ടുവരുമ്പോൾ വിയർത്തൊലിച്ച് നിന്ന് വേഗം കഴിക്കുകയായിരുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 40 വർഷം അവർ വിളമ്പിത്തന്ന ആഹാരം കഴിച്ചെന്ന് പറഞ്ഞാൽ അത് സാധാരണ കാര്യമാണോ എന്നാണ് ഉർവശി പറയുന്നത്. ഇതിനൊപ്പം തന്നെ ട്രെയിൻ കയറ്റി വിടുന്നത് അടക്കം ഉർവശി സംസാരിക്കുന്നുണ്ട്.